വിശുദ്ധ ബൈബിൾ നമുക്ക് തുറക്കാം. ഇന്ന് ഒരു ആത്മീക അഭ്യസനത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. മതി. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം റോമാലേഖനത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു അധ്യായമാണ് 8-ാം അധ്യായം. തുടങ്ങുന്നത് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇവിടെ പൗലോസ് റോമിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ ആഴമായി പഠിപ്പിക്കുന്ന 3 വാക്യങ്ങളാണ് 8-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. ഈ 3 വാക്യത്തിനകത്ത് 3 സന്ദേശം പൗലോസ് തരുന്നുണ്ട്. ഒന്നാമത്തെ സന്ദേശം, നാം ദൈവത്തിൻ്റെ മക്കൾ ആകണം. 2, നാം ദൈവാത്മാവുള്ളവർ ആകണം. 3, നാം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ആകണം. സ്തോത്രം. 3 കാര്യങ്ങൾ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുക. പൗലോസ് പറയുകയാണ്, സ്തോത്രം, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കൾ. ഒന്ന് തിരിച്ച് ചിന്തിച്ചാൽ ദൈവമക്കളെ നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഞാൻ ഇന്നത്തെ പ്രസംഗത്തിന് ഒരു തലക്കെട്ടിട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെ ദൈവാത്മാവിനാൽ നടത്തപ്പെടാം. ജഡത്തിൽ വസിച്ചുകൊണ്ട് ഒരു മനുഷ്യന് ദൈവാത്മാവിനാൽ നടത്തപ്പെടാൻ കഴിയുമോ? എങ്ങനെയാണ് ഒരുവൻ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ ആദ്യത്തെ ചില വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. ഒന്നാമത്തെ ആശയം, സ്തോത്രം, ഒരാളെ ദൈവാത്മാവ് നടത്തണമെങ്കിൽ ഒന്നാമത് അവൻ ദൈവത്തിൻ്റെ മകനായി മാറണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളായി മാറണം. സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവാത്മാവിനാൽ നടത്തപ്പെടാൻ കഴിയത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതറിയാം. എങ്ങനെയാണ് ഒരാൾ ദൈവവൈതലായി തീരുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു പറയുക, ദൈവം അധികാരം തന്നിരിക്കുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ ആര് വിശ്വസിക്കുന്നുണ്ടോ അവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവവൈതനാകുന്ന എങ്ങനെയാണെന്നറിയാമോ? ഒന്ന്, യേശുവിനെ കൈക്കൊള്ളണം. 2, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. അവർക്കെല്ലാം എന്താകാൻ അധികാരം കൊടുത്തു? ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അമ്മ, പല സാഹചര്യങ്ങളിൽ ഈ ലോകത്തിലുള്ള മുഴുജനതയെ വേദപുസ്തകം 2ആയിട്ട് വിഭജിക്കുന്നത് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിലാണ്. സ്തോത്രം. അമ്മേ, ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെ, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ മക്കൾ ആരാണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ. അതിന് ജാതിയില്ല, മതമില്ല, സംഘടനകളില്ല. ഏതു മനുഷ്യനും ആമേ ദൈവത്തിൻ്റെ മക്കളാകാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ഇനി 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം ഒന്നെടുത്ത് അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവന് പാപം ചെയ്യുവാൻ കഴിയുമില്ല, ദൈവത്തിന്റെ മക്കൾ ആരെന്നും ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്ത ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഈ യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, സാത്താന്റെ മക്കൾ ആരാണ്, ദൈവത്തിന്റെ മക്കൾ ആരാണ്. സ്തോത്രം. അമ്മി, അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി വെച്ച് ചോദിച്ചേ, അമ്മി ഇതിലേതാണെന്നൊന്ന് ചോദിക്കാവോ? എൻ്റെ പുറകിലൊന്നും ആരും മിണ്ടുന്നില്ല. സ്തോത്രം. നമ്മൾ സാത്താന്റെ മക്കളാണോ ദൈവത്തിന്റെ മക്കളാണോ? സ്തോത്രം. ഈ പൗലോസ് പറയുന്നുണ്ട്, ആത്മാവ് താൻ ആത്മാവോട് സാക്ഷി പറയുന്നു നാം ദൈവമക്കളാണ്. അതാണ്
നമ്മുടെ അകത്തെ ഉറപ്പ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്തെ ആത്മാവ് കൊണ്ട് സംസാരിക്കുക. ആത്മാവ് താൻ ആത്മാവോട് പറയുന്നു നാം ദൈവമക്കളാണെന്ന്. ഓ, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അപ്പം ദൈവത്തിന്റെ മക്കളുമുണ്ട്, സാത്താന്റെ മക്കളുമുണ്ട്. ഇനി സാത്താന്റെ മക്കൾ ആരാന്ന് നറുക്കിട്ടൊന്നും എടുക്കണ്ട. സ്തോത്രം. ആ വാക്യത്തിലുണ്ട്, നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾക്ക് മേളിൽ ഒരു 2 വാക്യം മുതലേ വായിച്ചു വരണം. 8-ാമത്തെ വാക്യം മുതൽ വായിച്ചു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ആദ്യം മുതലേ പാപം ചെയ്തു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ യേശു വന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് നശിപ്പിക്കുന്ന പിശാചിന്റെ പ്രവൃത്തിയെ നിന്റെ ജീവിതത്തിൽ നിന്ന് അഴിപ്പിക്കുവാനാ. എന്നിട്ട് അടുത്തത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. കാരണം പാപത്തിന്റെ വിത്ത്, ദൈവത്തിന് സ്തോത്രം, അവനിൽ വസിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അപ്പം ദൈവത്തിന്റെ മക്കൾ ആരാണ്? സാത്താന്റെ മക്കൾ ആരാണ്? അടുത്തിരിക്കുന്ന ആളോട് പറയണ്ട, അവരവർ ഓർത്താ മതി. ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല, നിങ്ങളായിട്ട് അറിയിക്കുകയും വേണ്ട. പക്ഷെ ബൈബിള് മുഴു ലോകത്തിലെ മനുഷ്യരെ വേർതിരിക്കുകയാണ് ദൈവത്തിന്റെ മക്കളും സാത്താന്റെ മക്കളും. ദൈവത്തിന്റെ മക്കൾ ആരാണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നിരിക്കുക. ഗലാത്യ സഭയോട് പൗലോസ് പറയുമ്പം ഇച്ചിലൂടെ വിവരിച്ചു പറയുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-ാമത്തെ വാക്യം, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. കണ്ടോ, ക്രിസ്തുയേശുവിലെ ഗലാത്യ ലേഖനം 3:26 വാക്യം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകും. ഈ ദൈവത്തിന് സ്തോത്രം 27-ാം വാക്യം കൂടെ വായിക്കാമോ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കണ്ടോ, ഒരു ദൈവവൈതലായി കഴിഞ്ഞാൽ അടുത്ത ചെയ്തത് സ്നാനമേൽക്കുവാൻ. ക്രിസ്തുവിനെ ധരിക്കുന്നതോടെ ധരിക്കുവാൻ എന്ത് ചെയ്യുക? അവൻ സ്നാനമേൽക്കുകയാണ്. അടുത്തതൂടെ, അതിൽ യഹൂദനും യവനനും എന്നില്ല, അത് ഇന്ന വ്യക്തിയൊന്നൊന്നുമില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ദാസനെന്നും സ്വതന്ത്രനെന്നുമില്ല, ആണും പെണ്ണും എന്നില്ല, ആണും പെണ്ണും എന്നില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. കേട്ടോ, എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നാണ്. ഓ ഹല്ലേലൂയ. ഇനി നമ്മൾ വായിക്കുന്ന തുള്ളിച്ചാടുന്ന വാക്യങ്ങളുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല. റോമാലേഖനത്തിൽ പൗലോസ് ഈ 8-ാം അധ്യായത്തിൽ തന്നെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, നാം മക്കളെങ്കിലോ. അപ്പം മക്കളായ എന്തോ ലഭിക്കും? അവകാശം ലഭിക്കും. ഒരപ്പന് ഈ തിരുവനന്തപുരം മുഴുവൻ സ്വത്തുണ്ടേലും എനിക്ക് തരത്തില്ല, ആ അപ്പന്റെ മക്കൾക്ക് കൊടുക്കും. സ്തോത്രം. അപ്പം മക്കളെങ്കിൽ അവകാശികൾ. നീ ഇവിടെ ഒന്നുമില്ലാതിരിക്കുമ്പോഴും നീ കോടീശ്വരനാന്ന് ഓർത്തോണം. കാരണം നിന്റെ അപ്പന്റെ മുഴുവൻ സ്വത്തിന്റെ ഉടമസ്ഥ അവകാശം നിനക്കാണ്. മനസ്സിലായി വരുന്നുണ്ടോ? ഞാനെല്ലാം ആത്മീകമായ കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ കർത്താവിന് സ്വന്തം. നിങ്ങൾക്ക് മനസ്സിലായോ? അബ്രഹാമിനെ കുറിച്ച് ധന്യനായ പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ എഴുതിയപ്പം ഏറ്റവും വലിയ കോടീശ്വരനാ അബ്രഹാം ബൈബിളിലെ. പക്ഷെ അബ്രഹാമിന്റെ സമ്പത്തിനെ നോക്കി ഇരുന്നെന്നല്ല, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരം നോക്കി പാർത്തു. ഇവിടുത്തെ കോടികളിലല്ല നോട്ടം, അവന്റെ അപ്പൻ എന്തുണ്ടോ. ഓ ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നമുക്ക് ഇച്ചിരൂടെ മനസ്സിലാകുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് അവകാശികളും ക്രിസ്തുവിൽ നമ്മൾ കൂട്ടവകാശികളും. അപ്പം
അമ്മി അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, അമ്മി ലോകത്തിലുള്ള എല്ലാവരും ദൈവമക്കളാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറ. ഓ ഹല്ലേലൂയ. ഒരാളുടെ ഭാരം എന്തുവാണെന്നറിയാമോ? അവനെ സ്നാനപ്പെടുത്തുന്നതല്ല, സഭയെ കൊണ്ടിരുന്നതല്ല, മെമ്പറാക്കുന്നതല്ല, അവനെ ദൈവവൈതലാക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. സാത്താന്റെ മക്കളായി കിടന്ന പലരെയും, നരകത്തിന് ഉടമകളായിരുന്ന പലരെയും നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ച് അവൻ തന്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീക സന്ദേശം, ഒരാൾ ദൈവവൈതലായി തീരുന്നതാ ഏറ്റവും വലിയ കാര്യം. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മേ, നല്ല സ്നേഹിതരെയൊക്കെ കാണുമ്പോൾ കൈ കൊടുത്ത് ചോദിച്ചോണേ, എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ? നമ്മളൊന്ന് സ്കൂളിൽ പഠിച്ചതല്ലേ, കോളേജിൽ പഠിച്ചതല്ലേ, നീ ദൈവവൈതലായിട്ടുണ്ടോ? ഓ, അന്നേരം അവൻ ചോദിച്ചു അതെന്തുവാന്ന്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം തന്നിരിക്കുക. എത്ര പേർക്ക് ഇന്ന് രക്ഷാനിർണയം പ്രാപിച്ച എത്ര പേര് ഇവിടെ ഉണ്ട്? ഞാനൊരു ദൈവവൈതലാന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുന്ന എത്ര? അവരൊന്ന് കൈപൊക്കി പിടിച്ച്, അവരൊന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവവൈതലാന്ന ഉറപ്പുള്ളവർ. അത് പാസ്റ്റർ എന്നാ പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ജീസസ് വോയിസ് ഞാൻ ദൈവവൈതല, അത് ഇവിടുത്തെ സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല. പൗലോസ് പറയാ ആത്മാവ് താൻ, മോളെ റോമാലേഖനം 8-ാം അധ്യായം എടുത്ത് 16-ാമത്തെ വാക്യം, ദൈവത്തിന് സ്തോത്രം, നാം ദൈവമക്കളാണ്, ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും, ആത്മാവ് താൻ നമ്മുടെ ആത്മാവോട് കൂടെ, നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അതിനർത്ഥം എന്തുവാ? നമ്മുടെ അകത്ത് നല്ല ധൈര്യമാ, ഞാനൊരു ദൈവവൈതലാണ്. ഇന്ന് പകൽ നീ തിരുവനന്തപുരം സിറ്റിയിൽ ഇവിടെ 1 സെന്റിന് 50 ലക്ഷം രൂപ വിലയുണ്ട്. അതിനകത്ത് 50 സെന്റ് സ്ഥലം വാങ്ങിച്ച് അതിനകത്ത് 50 ലക്ഷത്തിന്റെ വീട് വെക്കുന്ന ഗമയാണ് ഞാനൊരു ദൈവവൈതലാന്ന് പറയുന്നത്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. എൻ്റെ അഭിമാനം എന്താണെന്നറിയാമോ? ഞാനൊരു ദൈവവൈതലാന്നുള്ളതാ. ഓ, എത്ര പേർ ഒന്ന് കൈ കൊടുത്ത് പറ, നീ ഒരു ദൈവവൈതലാന്ന് പറ. ഇനി ദൈവവൈതലായി കഴിഞ്ഞാലേ ഹല്ലേലൂയ, പിന്നെ ഏറ്റവും ആവശ്യം, നമ്മൾ മുമ്പേ പറഞ്ഞ ഭാഗം അങ്ങ് വിടുക, മക്കളെങ്കിൽ അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളും. സ്തോത്രം. അതൊക്കെ കൂട്ടവകാശം എന്തോ എന്നൊക്കെ പ്രസംഗിക്കാൻ പോയാൽ ഒത്തിരി സമയം എടുക്കും. നമ്മൾ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തോട്ട് വരാം. ഇനി രണ്ടാമത്തെ, ദൈവവൈതലായി കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവാത്മാവിനെ പ്രാപിക്കുക. എന്തുവാ? ദൈവാത്മാവിനെ പ്രാപിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, ലോക മനുഷ്യരും ദൈവമക്കളും തമ്മിലുള്ള വ്യത്യാസം, ഒരു ദൈവവൈതന്റെ മുഴുവൻ നിയന്ത്രണം പരിശുദ്ധാത്മാവിനായിരിക്കണം. ഒരാമയും പറയും, വലിയ പാടാണ്. അപ്പൊ ചോദ്യം, ഈ ജഡത്തിൽ വസിച്ചുകൊണ്ട് എങ്ങനെ ആത്മനിയന്ത്രണത്തിൽ ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഇച്ചിരി വചനങ്ങളിലൂടെ നമ്മളൊന്ന് ധ്യാനിക്കാനായിട്ട് പോവാം. ആഗ്രഹവും കൊതിയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് തന്നെ മാറും, നിന്റെ ജീവിതം മാറും, നിന്റെ സ്പിരിച്വൽ ലൈഫ് മാറും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേർ ആത്മാവിൽ ജീവിക്കാൻ തീരുമാനിച്ചാൽ സാത്താന്റെ സകല പദ്ധതികളും പൊളിയും. കാരണം ആത്മാവിൽ ജീവിക്കുന്നവനെ തടയാൻ, പരിശുദ്ധാത്മാവുള്ളവനെ തടയാൻ ഒരു ശക്തിക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒരു വാക്യം ഒന്ന് വായിക്കണം. ഈ ആത്മാവിനെ പ്രാപിക്കുന്നതിന് ദൈവത്തിന് സ്തോത്രം, അമ്മേ ഹല്ലേലൂയ, അമ്മേ ഉള്ള ഒരു വലിയ പ്രാധാന്യത. ഇന്ന് ഈ വാക്യം പറയണമെന്ന് എന്നോട് കർത്താവ് പറഞ്ഞു. സഭാപ്രസംഗിയുടെ പുസ്തകം, ഹല്ലേലൂയ, ആമേ, ആ വാക്യം വായിച്ചേ മതിയാവൂ. 8-ാം അധ്യായം 8-ാമത്തെ വാക്യം, ആ വാക്യം വായിച്ചേ മതിയാവൂ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. ഇന്ന് പകൽ നിന്നെ തടയാൻ 1000 പേർ എഴുന്നേറ്റാലും നിന്റെ മേലിരിക്കുന്ന ആത്മാവിനെ തടയാൻ അധികാരമുള്ള ഒരു മനുഷ്യനും, ഓ ഹല്ലേലൂയ, 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 നല്ല സ്പിരിച്വൽ, എന്നോട് ദൈവത്തിന്റെ ആത്മാവരെ തടയുന്ന കരങ്ങളെല്ലാം ഇന്ന് ഈ ആരാധനയിൽ വഴിമാറിപ്പോകട്ടെ. ഓ സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകാൻ പെട്ടെന്നൊരു വാക്യം കൂടെ ഞാൻ പറയാം, വായിക്കണ്ട. 16 വർഷം ആലയത്തിന്റെ പണി തടസ്സപ്പെട്ടപ്പോൾ ഒരു പ്രവാചകൻ എഴുന്നേറ്റിട്ട് പറയുക, ഈ തടസ്സം മാറാൻ പോവുക.
എങ്ങനെയാണെന്നറിയാമോ? ഇന്നലകളിൽ പണിയാൻ വന്ന സെരുബാബേലെ, നിന്നെ പലരും തടഞ്ഞു. എന്നാൽ തടയാൻ പറ്റാത്ത ഒരാത്മാവ് നിന്റെ പണിയുടെ മുമ്പിൽ വരാൻ പോവുക. എന്നിട്ട് പറയാ, സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ ആ മഹാപർവ്വതം സമഭൂമിയാകാൻ പോവുക. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ജഡതലം വിട്ട് ദൈവമക്കൾ ആത്മതലത്തിലേക്ക് കയറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞാൻ കുറച്ചുകൂടെ വിവരിച്ചു വരുമ്പോൾ ഈ ദൂതുകൾ വിവരിക്കാം. ഒറ്റ കാര്യം മനസ്സിൽ വെച്ചോ, ദൈവാത്മാവിനെ തടയാൻ കഴിയുന്ന ഒരു മനുഷ്യനുമില്ല. ഒരാമയും പറഞ്ഞാട്ട്, ആത്മാവിനെ തടയാൻ കഴിയുന്ന ഒരു മനുഷ്യനുമില്ല. സ്തോത്രം. വെല്ലുവിളിക്കുക പരിശുദ്ധാത്മാവ്. വർഷങ്ങളായി നിന്നെ ദണ്ഡിപ്പിച്ച മനുഷ്യരോട് പറ, ദൈവാത്മാവിനെ തടയാൻ കഴിയുന്ന. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ റബ്ബ ഹസ്സിരി. സ്തോത്രം, സ്തോത്രം. ഈ അപ്പം അടുത്തിരിക്കുന്ന ആളെന്ന് കൈ കൊടുത്ത് വെച്ച് പറ, നിശ്ചയമായും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറ. എന്താ പ്രാപിക്കണം? പേഴ്സ് കാലി ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താ പ്രാപിക്കണം? കോടികൾ കടമുണ്ടാകട്ടെ, ഒരു പ്രോബ്ലവുമില്ല, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അതിനെക്കാട്ടിലൊക്കെ വിലയുള്ളതാ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ്. പൗലോസ് കൊരിന്ത്യരെ സഭയോട് ചോദിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഓ ഹല്ലേലൂയ. ഞാൻ വിട്ടിരിക്കുന്ന ചിലരോട് പറയാം, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിനെ കുറിച്ച് നല്ല തിരിച്ചറിവ് വേണം. ഈ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചാൽ അവിടെയെല്ലാം ആത്മാവിന്റെ പ്രവർത്തികളാ കാണുന്നത്. എന്തുവാണ്? ആത്മാവിന്റെ പ്രവൃത്തി. നിങ്ങളുടെ ഒത്തിരി ചോദ്യത്തിന് ഇന്ന് മറുപടി ഉണ്ടാവും. ഒത്തിരി ചോദ്യത്തിന് ഉൽപ്പത്തി പുസ്തകത്തിൽ കിടക്കുന്ന ഒരു ഭാഗം വായിക്കാൻ സമയം എടുക്കുന്നില്ല, പ്രസംഗിക്കാൻ ഭാഗം അവിടെയല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത പറയാം, ഭൂമി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം പഠിച്ചോ, എത്ര ശൂന്യത വന്നാലും ശൂന്യതയ്ക്ക് മുകളിൽ പരിവർത്തിക്കുന്ന ദൈവാത്മാവുണ്ട്. ഓ ഹല്ലേലൂയ. എത്ര തകർന്നു പോയാലും ആ തകർച്ചയുടെ മീതെ വ്യാപരിക്കുന്ന ദൈവാത്മാവുണ്ട്. ഞാൻ ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് പറയുക, എന്തൊക്കെയോ നിനക്ക് വേണ്ടി ദൈവം സൃഷ്ടിക്കാൻ പോവുക. നിന്റെ ശൂന്യതയ്ക്കകത്ത് ചിലത് മുളപ്പിക്കാൻ പോവുക. നിന്റെ ഇല്ലായ്മ. ഓ നന്ദി കർത്താവേ, നന്ദി. ദൈവമക്കളുടെ അകത്ത് വിശ്വാസം തലപൊക്കട്ടെ. ജീസസ്. തകർന്നത് കണ്ട് താടിക്ക് കൈവെക്കരുത്. നീ തകർത്തപ്പോൾ ചിലര് കൈയടിച്ചു, പക്ഷെ കൈയടിച്ചവന്റെ മുമ്പിൽ നീ കൈയടിക്കുന്ന ദിവസം വരിക. കാരണം എന്താ? നിന്റെ വിഷയത്തിന്റെ മുകളിൽ ദൈവാത്മാവ് പരിവർത്തിക്കുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ. വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചാൽ ആത്മാവിന്റെ പരിവർത്തനം കാണാം. ഇന്ന് ഈ പ്രയർ തീരുന്നതിന് മുമ്പ് നിന്റെ ഭാവി മേൽ ആത്മാവ് പരിവർത്തിക്കട്ടെ. നിന്റെ സന്തതി മേൽ ആത്മാവ്. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഈ പഴയ നിയമം മുഴുവൻ നമ്മൾ പഠിക്കുമ്പോഴേ എന്നെ വളരെ പെട്ടെന്ന് ഈ ദൂതിലേക്ക് പോകേണ്ടത് കൊണ്ടാണ്. പഴയ നിയമം മുഴുവൻ പഠിക്കുമ്പം ചില പ്രത്യേക ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായി അതത് സമയത്ത് വ്യക്തികളുടെ മേൽ യഹോവയുടെ ആത്മാവ് വരും. ഒന്നുകൂടെ പറയാം, ദൈവത്തിൽ നാം ഇരിക്കുന്നത് കൃപായുഗത്തിലാണ്. സ്തോത്രം. പക്ഷെ പഴയ നിയമം പഠിക്കുമ്പോൾ ചില പ്രത്യേക ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായി അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി ഫുൾഫില്ല് ചെയ്യാൻ ചില വ്യക്തികളുടെ മേൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവാത്മാവ് വരും. എന്നാൽ കൃപായുഗത്തിൽ അങ്ങനല്ല. ആത്മാവ് പോകുന്നില്ല, എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുക. ഓ നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ നീ എവിടെ പോയാലും ഓർത്തോണം, നീ പരിശുദ്ധാത്മാവുള്ളവനാണ്. നീ ഒരു ദൈവവൈതലാണ്. ഈ സാക്ഷ്യം നിന്റെ അകത്ത് അണയാത്ത തീ പോലെ കിടക്കണം. എല്ലാരും പോകുന്ന പോലെ നിനക്ക് പോകാൻ പറ്റത്തില്ല.
എല്ലാവരും ജീവിക്കുന്ന പോലെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവരും പറയുന്ന പോലെ നിനക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒന്ന്, നീ ദൈവത്തിന്റെ വകയാ. ഒരാമി, ഇന്ന് ആരുടെ വകയാ? ചങ്കൂറ്റമുണ്ട് നെഞ്ചത്ത് കൈവച്ച് പറ, ഞാൻ ദൈവത്തിന്റെ വകയാ. ഓ, ഒരാമയും പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. രണ്ടാമത്തെ ധൈര്യം, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാ. ഓ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ സന്ദേശത്തെ കൊണ്ടുപോകുക. ഒരിക്കല് യോസഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ ചരിത്രം ബൈബിളിലുണ്ട്. ഞാൻ അതൊന്നും വിവരിക്കുന്നില്ല. ഒരിക്കല് സ്തോത്രം, യോസഫിന്റെ ജീവിതം ദൈവം രക്ഷപ്പെടുത്തിയത് ബൈബിള് പഠിക്കുമ്പം അവിടെ ഇവിടെയൊക്കെ ഓരോ സ്വപ്നം കൊടുത്തതാ ദൈവം. അവിടെ ഇവിടെയൊക്കെ. ഞാൻ നിങ്ങളോടൊരു കാര്യമാണ്, ദൈവം നിന്നെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചാൽ പിന്നെ നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. തമ്പുരാൻ തരുന്ന ദർശനം മനസ്സിലിട്ട്, സ്വപ്നം മനസ്സിലിട്ട് താലോലിച്ച് ജീവിച്ചാൽ മതി. ഇടയ്ക്ക് നടക്കുന്ന ഒന്നും ഓർക്കണ്ട, ഇടയ്ക്ക് സംഭവിക്കുന്നതൊന്നും ഓർക്കണ്ട. നീ കണ്ട സ്വപ്നം താലോലിച്ചോ, നീ പ്രാപിച്ച പ്രവചനം താലോലിച്ചോ, നീ കേട്ട ദൂത് താലോലിച്ചോ, അത് അതുപോലെ സംഭവിക്കും. സ്തോത്രം. ഞാൻ എൻ്റെ ആഗ്രഹത്തിന് 2 വാക്ക് പറയാം. അവിടെ സാധാരണ വീട്ടിൽ കടന്നവന്റെ ബെഡ്റൂമിൽ വന്ന് അവനൊരു സ്വപ്നം കൊടുത്തു. അവൻ ആരാകുമെന്ന് കാണിക്കുന്ന സ്വപ്നം. ആ സ്വപ്നം നിമിത്തം വീട്ടിൽ എതിർപ്പുണ്ടായി. ആ എതിർപ്പ് അവനെ വീട്ടിൽ നിറക്കി, അവനെ കുഴിക്കകത്ത് ഒതുക്കി. പിന്നെ അവനെ വിറ്റ് കാശ് വാങ്ങിച്ചു. ലോഡ്, അപ്പോഴും ഇവൻ ഒരു പേടിയില്ല. ഇവന്റെ അകത്ത് സ്വപ്നം തലപൊക്കി നിൽക്കുക. ആരൊതുക്കാൻ നോക്കിയോ, ഒതുക്കാൻ നോക്കിയവനെ അല്ല യോസഫ് ഒതുക്കി. സ്തോത്രം. ഞാൻ ഉത്തമ ഉദാഹരണം പറയാം. ഫറവോന്റെ പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പം സ്തോത്രം, അടിമയായിട്ടാ കൊണ്ടുപോയെ. വില കൊടുത്ത് വാങ്ങിച്ച ഒരു അടിമ. പക്ഷെ അവിടെ ചെന്നപ്പോൾ നിങ്ങൾ നോക്കിയ അടിമ ആ വീട്ടിൽ ഉടമയായി. എന്ന് പറഞ്ഞാൽ യോസഫ് തൊടുന്ന സകലത്തിലും അനുഗ്രഹം. ഇപ്പം പൊത്തിഫറിന്റെ വീട്ടിലെ എല്ലാ അലമാരിയുടെ താക്കോലും ആരുടെ കയ്യിലാ? അടിമയായിട്ട് ഒതുക്കാൻ സഹോദരങ്ങൾ ചെയ്തതാ. ഒതുക്കാൻ വന്നവനെ യോസഫ് ഒതുക്കി. കേട്ടോ, ദർശനം താലോലിക്കുന്നവരോട് ഞാൻ പറയാം, സ്വപ്നം താലോലിക്കുന്നവരോട് ഞാൻ പറയാം, സാഹചര്യങ്ങൾ എത്ര വലുതായാലും അതിനെ എല്ലാം നിങ്ങൾ ഒതുക്കണം. ഓ, എത്ര പേര് അതിന് ആമീൻ പറയും. യോസഫ് സാഹചര്യങ്ങളെ ഒതുക്കി. ഇനിയും പോട്ടെ, അതെല്ലാം അങ്ങ് വിട്. ആമീൻ, സ്തോത്രം. യോസഫിന് ഒരു മോശ സാഹചര്യമുണ്ട്, അതും വിട്. യോസഫിനെ ജയിലിലെത്തിച്ചു. ജയിലിലെ അവസ്ഥ എന്തുവാ? പട്ടാളക്കാര് ചവിട്ടിക്കൂട്ടേണ്ട ജയിലിൽ ഇപ്പം ജയിലിന്റെ താക്കോൽ ആളയാ. ആണോ? ഒതുക്കാൻ ചെന്നവനെ എല്ലാം ആരൊതുക്കി? സ്വപ്നം താലോലിക്കുന്നവൻ ഒതുക്കി. ഒരാമീൻ വരുന്നില്ല. ചെല്ലു പറയുന്നത്, എന്നാ പിന്നെ സാധാരണ വീട്ടിൽ നിന്ന് യോസഫിനെ പിറ്റേ ദിവസം രാവിലെ വിളിച്ച് കൊട്ടാരത്തിൽ രാജാവാക്കിയ പോരായിരുന്നോ? നടക്കത്തില്ല. ഇതെല്ലാം അനുഭവിപ്പിച്ചിട്ട് വേണം ഇത് നന്മ തരാൻ. എടാ, ഇത് ദൈവം തരുന്നാന്ന് നിന്റെ അകത്ത് ഉറപ്പ് വേണം. ഇതെനിക്ക് ദൈവം തന്നതാണ്, ഈ വിജയം എനിക്ക് ദൈവം തന്നതാണ്, ഈ കുഞ്ഞിനെ എനിക്ക് ദൈവം തന്നതാണ്, ഈ ജോലി എനിക്ക് ദൈവം തന്നതാണ്, ഈ ഭവനം എനിക്ക് ദൈവം തന്നതാണ്, ഈ കൂട്ടാളിയെ ദൈവം എനിക്ക് തന്നതാണ്. നീ മരിക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കണം, അവര് തന്നല്ല, ദൈവം തന്നു. എനിക്ക് വേദോസ്വത്തിലെ ഒരു മനുഷ്യന്റെ വാക്ക് ഭയങ്കര ഇഷ്ടം എന്നറിയാമോ? അവൻ അത്ര ഭയങ്കര വാക്കാ പറയുന്നത്. അവൻ പറയാ, യഹോവ തന്നു, യഹോവ എടുത്തു. അവന്റെ നാമം അർത്ഥം എന്തുവാ? ഒരിക്കൽ മാത്രമല്ലടാ, ഇനിയും തരാൻ ശക്തനാ. എന്നോട് ദൈവാത്മാ പറയാ, ഒരിക്കൽ നല്ല കാലം വന്നിട്ട് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ കഷ്ടകാലമായി പോയ ചിലരോട് പറയാം, ഇനിയും ഒരു നല്ല കാലം വരുന്നു. ഇനിയും ദൈവം ചിലത് തരാൻ പോവുക. നിന്റെ സന്തതിക്ക് ചിലത് തരാൻ പോവുക. നിന്റെ വീടിന് ചിലത് തരാൻ പോവുക. അതിന്റെ സമയമായി. അതാ ദൂത്. വീണ്ടും ഞാൻ പ്രവചിക്കുക, സാഹചര്യം നിന്നെ ഒതുക്കരുത്, നീ സാഹചര്യത്തെ ഒതുക്കണം. ഓ ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ധൈര്യം വരുന്നുണ്ടോ? ദൈവത്തിന് സ്വന്തം നിന്നെ രക്ഷപ്പെടുത്തുന്ന ഒറ്റ ദൂതാ. ഞാൻ എപ്പോഴും ഓർക്കുവാണ്, അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ കൊണ്ട് മോറിയാമലെ യാഗം കഴിക്കാൻ പോകാൻ കാരണം എന്നാണെന്നറിയാമോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഇസഹാക്കിന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും.
അമ്മേ, പത്രോസ് എന്താ ഇരുമ്പഴിക്കകത്ത് കൂർക്കം വലിച്ചുറങ്ങിയത്? ഇന്നലെ വെട്ടിയ വാളിന്റെ ശബ്ദം ഇപ്പോഴും കേൾക്കാം, ഇന്നലത്തെ രക്തത്തിന്റെ മണം ഇപ്പോഴും മൂക്കിലുണ്ട്. എന്നിട്ടും കൂർക്കം വലിച്ചുറങ്ങുന്നതിന്റെ കാരണം അറിയാമോ? യേശു അവന്റെ കൂടെ നടന്നവൻ പറഞ്ഞു, നല്ല വാർദ്ധക്യത്തിലേ മരിക്കൂ. ഓ, ഞാൻ പറയാം, ദൈവം പറഞ്ഞത് താലോലിക്ക്, നാട്ടുകാർ പറഞ്ഞത് താലോലിക്കരുത്. ചിലര് പറയും നിന്റെ വീട് മുടിഞ്ഞു പോവും, അത് മനസ്സിലെടുക്കരുത്. 1000 പേര് മുടിയുമെന്ന് പ്രാഗിയാലും നിന്നെ മുടിയത്തില്ലെന്ന് വാക്തത്വമുണ്ട്. ഓ, എത്ര പേർക്ക് വചനം മനസ്സിലായി വരുന്നുണ്ട്? എനിക്കൊന്ന് ഈ ആഴ്ചയാണോ കഴിഞ്ഞ ആഴ്ചയാണോ എവിടോ, ഇവിടാന്ന് എൻ്റെ ഓർമ്മ, എവിടോ പ്രസംഗിച്ചപ്പം സ്തോത്രം, ബാരാക്ക് എന്ന് പറഞ്ഞ രാജാവ് ബിലിയാമെന്ന് പറഞ്ഞ പ്രവാചകനെ ശപിക്കാൻ വിളിച്ചു. അവൻ മലയുടെ മുകളിൽ നിന്ന് പറയുക, എനിക്ക് അനുഗ്രഹിക്കാനാ കൽപ്പന കിട്ടിയേക്കുന്നത് കേട്ടോ, നിന്നെ മുടിക്കാനാ പ്ലാൻ ഇട്ടേ, പക്ഷെ നിനക്ക് നേരെ മുടിക്കാൻ വാ തുറന്നാൽ അത് നിനക്ക് അനുഗ്രഹമായി വീഴും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അപ്പൊ ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയട്ടെ, ആരെല്ലാം നിന്നെ ഒതുക്കാൻ വന്നാലും അവരെയെല്ലാം എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിലൊരു ധൈര്യം വരുന്നുണ്ടോ? ഇപ്പോൾ ഞാനൊരു ആത്മീക വെളിപ്പാട് പറയാം. ഇപ്പോൾ നീ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളെ ഈ ദിവസങ്ങളിൽ നിന്റെ മുമ്പിൽ ഒതുങ്ങാൻ പോവാ. ഓ, യേശുവിന്റെ നാമത്തിൽ ചിലരെ സാഹചര്യം ഒതുക്കിയിട്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ. എത്ര പേര് അതിന് ആമേൻ പറയും? ഇന്ന് ദൂത് കേൾക്കുന്ന ചിലരോട്, സിസ്റ്ററെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വയറിൻ്റെ ഇടത് സൈഡിൽ ഒരു സൗഖ്യം നടക്കും. അതായത് ഈ ഭാഗത്ത് ഒരു സൗഖ്യം നടക്കും. കാരണം നിന്നെ ദൈവത്തിൻ്റെ കൈ, അവിടെ നിനക്ക് അസുഖമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ലോർഡ്, അവിടെ ദൈവത്തിൻ്റെ കൈ തൊടാൻ വന്ന് നിൽക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് സൗഖ്യം നടക്കും. സൗഖ്യത്തിൻ്റെ കരം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പം ഞാൻ രോഗസൗഖ്യത്തിലോട്ട് പോകത്തില്ല, കാരണം ഈ വചനം നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് കയറണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ചില വിടുതലുകൾ നിനക്ക് ദൈവം തരും. അപ്പം നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞ്, സാഹചര്യങ്ങൾ എന്നെ ഒതുക്കത്തില്ല, നമ്മൾ സാഹചര്യങ്ങളെ ഒതുക്കും. എൻ്റെ കൂടെ ഒന്ന് പറയാമോ? ലൈവിലുള്ളവരോട് ചേർന്ന് പറയാമോ? ഇപ്പം ജോലി നഷ്ടപ്പെട്ടു, സാഹചര്യം പറയാ നീ നാട്ടിൽ പോകൂ, അല്ലെങ്കിൽ സാഹചര്യം പറയുക നിനക്ക് ഇനിയും തിരുവനന്തപുരത്ത് ജോലി കിട്ടത്തില്ല, നീ തിരിച്ച് സംസാരിക്കണം. അല്ല, ഈ സാഹചര്യത്തെ ഞാൻ ഒതുക്കും, എന്നിട്ട് മറ്റൊരു സാഹചര്യം ഉണ്ടാകാൻ പോവാ. യോസഫ് സകലത്തെ ഒതുക്കി വരിക. അവൻ കണ്ട സ്വപ്നം കേട്ടു, എല്ലാ കറ്റയും കെട്ടപ്പെടും, നിന്റെ കറ്റ കെട്ടപ്പെടത്തില്ല. അതിന്റെ കാരണം നിന്റെ കറ്റ എന്ന് എഴുന്നേറ്റ് നിൽക്കും. ഈ ദർശനം കൺമുമ്പിൽ നിൽക്കുക. സ്തോത്രം. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. മനുഷ്യൻ വിടുവിക്കുന്നതും ദൈവം വിടുവിക്കുന്നതും രണ്ടാ. നിങ്ങൾ എന്നോടൊരു വിശ്വാസം പറയാമോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് ദൈവം നിന്നെ വിടുവിക്കണമെന്ന്? അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കൈ കൊടുത്തേച്ചൊരു വിശ്വാസം പറ, ദൈവം നിന്നെ വിടുവിക്കട്ടെന്ന് പറ. ഓ, ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, എൻ്റെ ജനത്തെ ഞാൻ ഈ ദിവസങ്ങളിൽ വിടുവിക്കും. ലോർഡ്, ഏതോ ആർക്കും അഴിക്കാൻ വയ്യാത്ത കുരുക്ക് ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിയണം. കൃപ 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 കണ്ടോ, ദൈവശക്തി വ്യാപരിക്കുക ചിലരുടെ മേൽ. ഒരിക്കലും അഴിയാത്ത പല കുരുക്കുകളും ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിയണം. അഴിയണമെങ്കിൽ ദൈവം നിന്നെ വിടുവിക്കണം. ഓ ലോർഡ്, ഒന്ന് 2 മിനിറ്റ് ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്നെ ഒന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാ, ഈ 12:44 ഈ ദൂത് കേൾക്കുന്ന ചില വ്യക്തികളോട് ബന്ധപ്പെട്ട്, ചില കോടതിയുമായി ബന്ധപ്പെട്ട്, പോലീസുമായി ബന്ധപ്പെട്ട്, കോർട്ടുമായി ബന്ധപ്പെട്ട്, വസ്തുവുമായി ബന്ധപ്പെട്ട്, പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട്, വിവാഹവുമായി ബന്ധപ്പെട്ട്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ചില വിടുതലുകൾ നടക്കാൻ പോവാ. ഓ, യേശുവിന്റെ നാമത്തിൽ 1 മിനിറ്റ് കൈ ഉയർത്തി പിടിച്ചോണ്ട് പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ ആ വിടുതൽ എങ്ങനെയാന്നാ പറയാൻ പോകുന്നേ. യേശുവിന്റെ നാമത്തിൽ ഒരുപക്ഷെ നീ തിരിച്ചെന്ന് വീട്ടിൽ കാലുകുത്തുമ്പോൾ ആദ്യം കേൾക്കുന്ന വാർത്ത വിടുതലായെന്ന. നിന്റെ വിഷയത്തിന്മേൽ കരങ്ങളെ ഒന്ന് താഴ്ത്തിയിട്ടെ. ഞാൻ ദൂതിലോട്ട് വരട്ടെ. അമ്മ നോക്കി, ദൈവത്തിന് സ്തോത്രം. ഈ എൻ്റെ ചിന്ത പറയുവാന്നേ, പൊട്ടക്കുഴിക്കകത്തുനിന്ന് പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പം യോസഫ് ഓർത്തു, എടാ ഇനിയും ഒരു ഭിത്തിക്കപ്പുറത്ത് കൊട്ടാര. പക്ഷെ അന്നേരം അവിടുന്ന് പെട്ടെന്നൊരു
അമ്മ ഈ പ്രൊമോഷൻ കിട്ടി എങ്ങോട്ടാണെന്നറിയോ? ജയിലിലോട്ട്. ഇനി ഒരിക്കലും ജയിലിൽ കിടക്കുന്നവൻ എവിടെ പോകാൻ പറ്റത്തില്ല? കൊട്ടാരത്തിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ ദൈവത്തിന്റെ പദ്ധതി. ഇവന്റെ ബെഡ്റൂമിൽ സ്വപ്നം കൊടുത്ത ദൈവം രാജാവിനോട് സ്വപ്നം കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. എനിക്ക് ഭയങ്കര ബോധ്യം കർത്താവ് തരിക. ആരുടെയൊക്കെയോ കാര്യത്തിൽ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാത്ത സ്ഥലത്ത് ദൈവം ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക. നീയുമായിട്ട് കണക്ട് ചെയ്യത്തക്ക രീതിയിൽ നിന്റെ സന്തതിയുമായി ചിലരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചലിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ആ സന്ദേശം വരുമ്പം ആ സന്ദേശത്തെ പരിശുദ്ധാത്മാവ് തൊട്ടു പറയുക, യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുക, ഇന്നലെ ജീസസ് നമ്മുടെ ഒരു പ്രേയറിൽ വന്നുകൊണ്ടിരുന്നൊരു സിസ്റ്റർ എന്നെ USA എന്ന് വിളിച്ചപ്പോൾ അവരെന്നെ പരിചയപ്പെടുത്തുകയാണ്. പാസ്റ്ററെ, ഞാൻ ദൈവം അത്ഭുതം ചെയ്തെന്ന് പാസ്റ്ററോട് സാക്ഷ്യം പറഞ്ഞ സിസ്റ്ററാ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. എന്തോ അത്ഭുതം ചെയ്തേ? അപ്പൊ അവര് പറഞ്ഞു, എൻ്റെ മോളെ മെഡിസിന് പഠിക്കുവാൻ USA വിട്ടു. ആകെ 3 സെന്റ് സ്ഥലമുണ്ട്, അത് കൊടുത്തേച്ചാ വിട്ടേ. 1 വർഷത്തെ ഫീസ് അടയ്ക്കാനുണ്ട്, ബാക്കി ദൈവം തരും. ലോർഡ്, അങ്ങനെ 1 വർഷം പഠിച്ചു. സ്വത്രം. പിറ്റേ വർഷം ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ലാതെ കോളേജിൽ നിന്ന് ഇറക്കി നിർത്തി. ഹോസ്റ്റലിൽ പിന്നെ 3 ദിവസം കൂടെ താമസിക്കാൻ പറ്റൂ. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ വിസ ക്യാൻസൽ ആവും. ലോർഡ്, ഈ അമ്മയാന്ന് 2 ദിവസം വീട്ടുജോലിയിൽ നിന്ന് അവധിയെടുത്ത് ഒരു മുറിക്കകത്ത് മുട്ടുകുത്തി കരയുക. എന്നെ രാവിലെ വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും, വൈകിട്ട് വിളിക്കും. സ്തോത്രം. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ, സ്തോത്രം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അത്ഭുതം ചെയ്യുമെന്ന്? പക്ഷെ ഞാനത് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. ലോർഡ്, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ ആ സ്ത്രീയെ ഈ കൊച്ചിന് 3 വയസ്സുള്ളപ്പോ, സ്തോത്രം, പിന്നെ വീട്ടുപണി എടുത്തെടുത്ത് ഇവളെ വളർത്തിക്കൊണ്ട് വന്ന ലോർഡ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ, സ്തോത്രം. 2ാമത്തെ വർഷത്തെ ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ലാതെ ഇറക്കി നിർത്തിയിരിക്കുക. ലോർഡ്, ഒരു ദിവസം അലറിക്കൂവി എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, പാസ്റ്ററെ, ഒരു അത്ഭുതം നടന്നു. ഞാൻ ചോദിച്ചു, എന്തുവാ? എൻ്റെ മോള് മുഴുവൻ വർഷം പഠിക്കേണ്ട ഫീസും അവിടെ ഒരു ഫ്രണ്ടിന് അപ്പൻ കൊണ്ട് നടച്ചു. ഓ ജീസസ്, ഞാനൊരു ദൂത് നിന്നോട് പറയാം. നമ്മൾ എപ്പോഴും അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരാ. എത്ര പേർ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഞാനൊരു ശബ്ദം കേൾക്കുന്നു, എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ അത്ഭുതങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ ദൈവശബ്ദമാ പറയുന്നേ. നീ അങ്ങ് സ്റ്റേജിൽ പോയി സാക്ഷി പറഞ്ഞില്ലെങ്കിലും നിന്റെ വീട് അത്ഭുതങ്ങൾ കൊണ്ട് നിറയണം. എത്ര പേർക്ക് ധൈര്യമുണ്ട്? എന്നോട് ദൈവാത്മാ പറയാം, നീ എത്തേണ്ട സ്ഥലവുമായിട്ട് നിന്നെ കണക്ട് ചെയ്യുന്ന ചില പദ്ധതികൾ ദൈവം രൂപം കൊടുക്കാൻ പോവുക. നിന്റെ സന്തതിയെ കൊണ്ടെത്തിക്കേണ്ട ചില സ്ഥലങ്ങളുമായിട്ട്. യേശുവിന്റെ നാമത്തില് നിങ്ങൾ നോക്കണേ. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോഴേ, സ്തോത്രം, നിങ്ങൾ 2 മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം. ബൈബിൾ പഠിക്കുമ്പോഴേ 4 പേര് പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് യേശുവിന്റെ അടുക്ക പോയി. സ്തോത്രം. അങ്ങനെ അവന് വിടുതൽ കിട്ടിയേ. എന്നാൽ ശൗലിനോട് ചോദിച്ചേ, ശൗലേ, നിനക്ക് വിടുതൽ കിട്ടിയത് നിന്നെ എടുത്തോണ്ട് യേശുവിന്റെ അടുക്ക പോയിട്ടല്ല. ജീസസ്, ദൈവം നിന്റെ വിഷയത്തിൽ ഇറങ്ങി വന്നിട്ട് ഒരു അനന്യാസ് ഇരുന്നിടത്ത് സ്വപ്നം കൊടുത്ത് അവനെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന്, നീ പാർത്ത വീട്ടിൽ കൊണ്ടുവന്ന് നിന്നെ വിടുവിച്ച് അനേക ലേഖനങ്ങൾ എഴുതിയ സഭ സ്ഥാപിച്ച ഒരു പൗലോസാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇന്ന് പകൽ നീ ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്റെ വിഷയത്തിൽ ദൈവം ഇന്ന് വിടുതലാവൂഞ്ഞേ, ഇന്ന് വിടുതലാ മോനെ, ഇന്ന് വിടുതല. യേശുവിന്റെ നാമത്തില് ഞാനിവിടെ കാണുന്ന കാഴ്ച, ഈ കാണുന്നതിനകത്ത് കലർപ്പൊന്നും ചേർക്കാതെ കറക്റ്റായിട്ട് പറയുക, ഇലക്ട്രിക് ലൈൻ കിട്ടാത്ത വീടുകളിൽ പുതിയ ഇലക്ട്രിക് ലൈൻ വലിക്കുന്ന പോലെ നിന്റെ ലൈഫിൽ ഇതുവരെ എത്താത്ത ചിലത് തമ്പുരാൻ കൊണ്ടെത്തിക്കാൻ ഇവിടെ ദൈവകൃപയുടെ ജ്വലനം നടക്കുക. നിങ്ങൾക്കറിയോ, ഈ പ്രാർത്ഥനയിൽ അത്ഭുതം പ്രാപിച്ചവരും പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി കണ്ടവരും ആരെല്ലാം വിമർശിച്ചാലും അണുവട പുറകോട്ട് പോകത്തില്ല.
കാരണം വിമർശിക്കുന്നവൻ അനുഭവമില്ല, അനുഭവിക്കുന്നവൻ അനുഭവമുണ്ട്. ഒരു ആമീൻ പറഞ്ഞു തുടങ്ങണം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ ലൈഫിൽ വെളിപ്പെടാനുള്ള ചില ദൈവപ്രവൃത്തിക്ക് വേണ്ടി നീ ചിന്തിക്കാത്ത തലത്തിൽ, പ്രതീക്ഷിക്കാത്ത തലത്തിൽ എവിടോ ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പോവുക. പെട്ടെന്ന് നിന്റെ ഇരിപ്പിടം ചേഞ്ച് ആകാൻ പോവുക. എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രരുടെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം ചിലരുടെ ഇരിപ്പിടം സംബന്ധിച്ച് തടഞ്ഞു വെച്ച പ്രമോഷനുകളുടെ തടസ്സങ്ങൾ മാറട്ടെ. നിന്റെ മുന്നേറ്റത്തിന്റെ ബ്ലോക്ക് പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആത്മാവി വളരാൻ കഴിയാതെ, ഭാവി രക്ഷപ്പെടാൻ കഴിയാതെ നിന്നെ ബ്ലോക്ക് ചെയ്ത് വിട്ട എല്ലാ 2 പ്രവചനങ്ങൾ ദൈവം എന്നോട് പറയുന്നു. ഒന്നാമത്തെ പ്രവചനം കേട്ടോ, ചിലരുടെ ലൈഫിൽ വലിയ ആത്മീക പുരോഗതി ഉണ്ടാകാൻ പോവാ. ഒന്നുകൂടെ പറയാം, ചിലരുടെ ലൈഫിൽ എന്താ ഉണ്ടാകാൻ പോവാ? ഞാൻ വീണ്ടും പറയുന്നു, നിന്റെ വീടിനെ നിയന്ത്രിക്കുന്ന സ്പിരിറ്റ് നിന്റെ വീട്ടിൽ നിന്ന് പോവും. നിന്റെ വീടിനെ ഹോളി സ്പിരിറ്റ്, കൃപ കൃപ കൃപ. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടുമെന്ന വചനമൊക്കെ ഇന്നിവിടെ നിവർത്തിക്കപ്പെടാൻ പോവുക. ആരും ഓടിക്കാതെ ദുഷ്ടൻ. ഞാന് ഈ മെസ്സേജ് എടുക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നൊരു ഫീല്, ഈ മെസ്സേജ് കാണുന്ന എല്ലാരെയും അല്ല, ചിലരോടൊക്കെ പറയുക, നിന്നെ എവിടോ എത്തിക്കാൻ പരിശുദ്ധാത്മാവ് വെമ്പൽ കൊള്ളുക. നീ ചിന്തിക്കാത്ത തലത്തിൽ നിനക്ക് വേണ്ടി ചില ആജ്ഞ ദൈവത്തിൽ നിന്ന് പുറപ്പെടാൻ പോവുക. ഞാൻ ഈ മെസ്സേജിനകത്ത് നിൽക്കുമ്പോൾ തന്നെ മുഴുവൻ വിഷൻസാ കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ലൈഫിലെ ബന്ധനങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് നീ പറയും. തടസ്സങ്ങൾക്ക് സ്ഥാനമില്ല. കൃപ 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 കൃപ. കണ്ടോ, ചിലർക്ക് കയ്യടി നിർത്താൻ പറ്റാത്ത എന്നാന്നറിയാമോ? അവർക്കറിയാം എന്തോ ഒരു കാര്യം, അവർക്ക് അവരുടെ വിഷയവുമായിട്ടൊരു അറിവുണ്ട്. എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഒരു വിഷയം വെളിപ്പെടുത്തുക. നിനക്കെതിരെ കെട്ടിച്ചമച്ച ചില ഫയലുകൾ, ആ ഫയലുകളെ പരിശുദ്ധാത്മാവും കാമി മറിക്കാൻ പോവുക. അല്പനേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ജീസസ്, യോസഫിന്റെ ലൈഫിൽ ഒരു വിടുതൽ നടന്ന പോലെ ചിലരുടെ ഇരിപ്പിടം സംബന്ധിച്ച് നീ ഒതുങ്ങി ബന്ധിക്കപ്പെട്ട സ്ഥലത്തു നിന്ന് അടുത്തിരിക്കുന്ന ആളെ എന്ന് തൊട്ടച്ചോറ എന്തോ ഒരു കാര്യം നടക്കാൻ പോവാ. എനിക്ക് ചർച്ചിനോട് ബന്ധപ്പെട്ട്, ഇന്നിവിടെ കൂടപ്പെട്ടവരോട് ബന്ധപ്പെട്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് എന്തോ പെട്ടെന്ന് നടക്കാൻ പോവാ. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ നീ ഒരു ദൈവപ്രവൃത്തി കാണാൻ പോവാ. ആ രാത്രി രാജാവ് ഒരു സ്വപ്നം കണ്ടു. ഈ വാക്യമൊക്കെ അകത്ത് കയറിക്കഴിഞ്ഞാ, കർത്താവേ, നിനക്ക് വേണ്ടി നിന്റെ എതിരാളിക്ക് വരെ സ്വപ്നം കൊടുക്കുന്നവനാ ദൈവം. നിനക്ക് വേണ്ടിയായി സ്വപ്നം. രാജാവ് ഒരു സ്വപ്നം കണ്ടു. പാനപാത്രവാഹകൻ രാവിലെ ചെന്നപ്പം മുഖം വാടിയിരിക്കുന്നു. വായിക്കണ്ടേ, അതല്ലല്ലോ പ്രസംഗം. എന്നാൽ ഇവിടുന്ന് തന്നെ ദൈവാത്മാവ് വിടുന്നില്ല. അന്നേരം അവൻ പറഞ്ഞു, ഈ സ്വപ്നം അർത്ഥം ബോധിപ്പിക്കാൻ ആരുമില്ലെന്ന് രാജാവ് പറയുമ്പോൾ അവൻ പറയാ, പേടിക്കണ്ട, നമ്മുടെ കാരാഗ്രഹത്തിൽ ഒരാളുണ്ട്, അവനെ വരുത്തിയാൽ. അപ്പൊ രാജാവ് ചോദിച്ചു, നിനക്ക് ഉറപ്പെന്തുവാ? എന്നെ ഇവിടെ ഇരുത്തിയത് അവന്റെ വ്യാഖ്യാന. പ്രതികൂലം വരുമ്പോ കൃപാവരം പോകുന്ന ആരാ പറഞ്ഞേ? പ്രതികൂലം വരുമ്പോ കൃപാവരം വർദ്ധിക്കും. പ്രതിസന്ധി വർദ്ധിക്കുമ്പോൾ കൃപാവരം വർദ്ധിക്കും. സ്വപ്നം കാണുന്നവന് വ്യാഖ്യാനം കൂടെ ഉണ്ടാവും. ചില പ്രതികൂലം നിന്നെ തീർക്കാനല്ല, അവന്റെ മുമ്പിൽ ജ്വലിക്കാനാ. രാജാവിന്റെ മുമ്പിൽ വന്ന അർത്ഥമെല്ലാം പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുവോ? ഇത്ര നല്ലതായിട്ട് ഫേഷ്യലി ചെയ്തു വന്ന അടിപൊളി ഈ ചെറുപ്പക്കാരനെ പോലെ ഒരാളെ കണ്ടുകിട്ടുവോന്നല്ല.
ആണോ? അയ്യോ, ആ മെർസിഡസ് ബെൻസ് വന്ന് ഈ പുള്ളിയെ പോലെ ഒരാളെ നമുക്ക് അല്ല. ഒരു രാജാവ് പറയുക, ദൈവാത്മാവുള്ള ഒരു ചോദ്യം, ഇവന് വിധി പറയേണ്ട കൊട്ടാരത്തിൽ വിധി പുറപ്പെടുവിക്കുന്നവൻ ഇവനാകാൻ പോവാ. യോസഫിന് വിധി എവിടുന്നാ വരണ്ടേ? പറ, ഈ കൊട്ടാരത്തിൽ നിന്നാ. ഈ കൊട്ടാരത്തിൽ ഇപ്പൊ വിധി പറയാൻ പോകുന്ന ആരാ? നീ പറയാതെ ഒരുത്തന്റെ കയ്യോ കാലോ ഈ രാജ്യത്ത് അനങ്ങത്തില്ല. ഞാൻ വീണ്ടും വെളിപ്പാട് പറയാം, എവിടോ വർഷങ്ങളായി നിന്നെ ബ്ലോക്ക് ചെയ്തെടുത്തുന്ന ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുക, നിന്നെ ഒതുക്കിയ തടവറയ്ക്കകത്തു നിന്ന് ദൈവം നിന്നെ അത് പൊട്ടിച്ച് നിനക്ക് ദൈവം ഒരുക്കിയ ഒരു സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടിരുത്താൻ, നിന്റെ സന്തതിയെ ഇരുത്താൻ ഇതാ പരിശുദ്ധാത്മാവ് വെമ്പൽ കൊള്ളുന്നു. ഈ ആത്മാവിൽ ലഭിക്കുന്ന ബോധ്യം പറയാം, വളരെ പെട്ടെന്ന് എന്തോ ഒരു കാര്യം, നിനക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം നിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോവാ. അത് നിന്റെ കഴിവിൽ നടക്കുന്ന പ്രവൃത്തിയല്ല. തമ്പുരാൻ ചില സ്ഥലങ്ങളുമായി കണക്ട് ചെയ്യുക. ചില രാജാവ് പറയുകയാണ്, ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ, ഉൽപ്പത്തി 41:38, ഹല്ലേലൂയ. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? പിന്നെ ഫറവോൻ യോസെഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട്. ഒരു രാജാവ് പറയാ, ദൈവം ഇതൊക്കെയും. അപ്പൊ ഇവിടുന്ന് ഒരു കാര്യം പഠിച്ചോ, ദൈവാത്മാവുള്ളവന് എല്ലാം വെളിപ്പെടുത്തി തരും. എന്തോ തരും? ഞാൻ ഒരു വെളിപ്പാടൂടെ പറയാം, ഇന്ന് ചിലതൊക്കെ ഇവിടെ വെളിപ്പെടണം. നിന്റെ തടസ്സത്തിന്റെ ബന്ധനം എന്താന്ന് വെളിപ്പെട്ടഴിയണം. കണ്ടോ, ഒരു രാജകൊട്ടാരത്തെ കീഴടക്കാൻ ഒരു വെളിപ്പാട് മതി. സ്തോത്രം. ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. പിന്നെ ഫറവോൻ യോസെഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട്. ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട്. നിങ്ങൾ എന്നോടൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ചിലതൊക്കെ ഒന്ന് വെളിപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്വവും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഇന്ന് ചിലതൊക്കെ വെളിപ്പെട്ടു വരട്ടെ. നിന്റെ സമ്പത്തിന്റെ മേൽ കിടക്കുന്ന ആ ബന്ധനം വെളിപ്പെട്ടു വരട്ടെ. നിന്റെ ഉയർച്ചയുടെ മേൽ കിടക്കുന്ന ആ ബന്ധനം, നിന്നെ വിശുദ്ധിയിൽ നിർത്താത്ത ആ ബന്ധനം. ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ മോളെ. ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. നിന്റെ വാക്ക് ഈ രാജ്യം മുഴുവൻ അനുസരിക്കും. നിന്റെ വാക്ക് ഈ രാജ്യം മുഴുവൻ. തലേ ദിവസത്തെ കണ്ടേ, ഇരുമ്പഴിക്കത് കിടക്കുക. പട്ടാളക്കാരന് ചവിട്ടാൻ അധികാരമുണ്ട്. പക്ഷേ കാരാഗ്രഹത്തിലെ താക്കോൽ ഇവന്റെ കീശയില. അതെങ്ങനെ കിട്ടിയിടാവേ? അടിച്ചു മാറ്റിയാന്നോ? ഇത് അടിച്ചു മാറ്റുമല്ല മോനെ, നിനക്കിത് അറിയാത്തോണ്ടാ. നിനക്കിങ്ങനെ അടിച്ചു മാറ്റി എന്നൊക്കെ തോന്നും. ഇത് അടിച്ചു മാറ്റലല്ല. പ്രാർത്ഥിക്കുന്നവൻ അറിയാം ഈ പോകുന്ന റൂട്ട്. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ കുണ്ടറെ കടന്നവൻ നോക്കിയേ, അവന്റെ ബുദ്ധി കൊണ്ടല്ല, അവന്റെ യുക്തി കൊണ്ടല്ല, അവന്റെ കഴിവ് കൊണ്ടല്ല, അവൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടല്ല, അവൻ പ്രവചിച്ചോണ്ടല്ല, അവനെ കൊട്ടാരത്തിൽ നിന്ന് വരുത്താൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെട്ട ഒരു വിഷയ. പ്രാർത്ഥിക്കുവോ ചിലതൊക്കെ വെളിപ്പെടുത്തി തരാൻ? നിന്റെ സന്തതി ഗതി പിടിക്കാത്തതിന്റെ മുമ്പിൽ മറഞ്ഞു കിടക്കുന്ന ഏതു ദുരാത്മതലമായാലും ഇന്നത്തെ പ്രാർത്ഥനയിൽ, നിന്റെ ആരാധനയിൽ വെളിപ്പെടണം.
വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ നിന്റെ കുടുംബത്തെ തകർത്തുടച്ചു കൊണ്ടിരിക്കുന്ന ആ ദുരാത്മതലം ഏതാണെന്ന് നിനക്ക് ദൈവം വെളിപ്പെടുത്തി തരട്ടെ, വെളിപ്പെടുത്തി തരട്ടെ, വെളിപ്പെടുത്തി തരട്ടെ. ഇനി നമ്മൾ ഇച്ചിരൂടെ ആഴമായിട്ട് ആ ദൂതിലോട്ടൊന്ന് കയറിക്ക്. രാജാവ് പറയുക, ഈ രാജ്യത്തെ മുഴുവൻ പേരും നീ പറയുന്ന കേൾക്കും. പിന്നെ പിന്നെ നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. സിംഹാസനം കൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കും, നീ ഭരിച്ചോണം, നീ പറയണം, ഞാൻ കേട്ടോളാം. ഇതാ യഥാർത്ഥ അർത്ഥം. എന്നെ ശ്രദ്ധിക്കണം. യോസഫിന് അങ്ങനെ ഒരു സിംഹാസനം ആ കൊട്ടാരത്തിൽ ഇല്ല. ഇല്ലാത്ത തസ്തിക വെളിപ്പാടുള്ളവന് വേണ്ടി ഉണ്ടാക്കി. വിശ്വസിക്കാവുന്നവരെ വിശ്വസിക്കാവൂ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മമ്മി എസ്തേറെ, നിന്നെ കൊട്ടാരത്തിൽ ഇരുത്താൻ തീരുമാനിച്ചാൽ, നീ ഇരിക്കേണ്ട ഇരിപ്പിടത്തിലൊരു വസ്തു ഇരുന്നാൽ അവളെ ഇറക്കിയച്ച് നിന്നെ അവിടെ ഇരുത്തും. എന്തൊക്കെയോ ചിലത് അവകാശമാകാൻ പോവുക, ഏതൊക്കെയോ ചില ഇരിപ്പിടങ്ങൾ പ്രാർത്ഥിക്കുന്ന ചിലരോടാ. യെസ്. അപ്പൊ നോക്കിയേ, ഒരു രാജാവ് പറയാ, ദൈവാത്മാവുള്ള ഇവന്, ഈ നമ്മൾ ഈ ദൈവാത്മാവുള്ളവരെന്ന് പറയുന്നത് കൂടുതൽ അന്യഭാഷ പറയുന്നവരെയാ. അങ്ങനല്ല. എങ്ങനെയാണ് ആത്മാവിന്റെ നടത്തിപ്പെന്നാ പറയുന്നത്? അന്യഭാഷ എന്ന് പറഞ്ഞാൽ ആത്മനിറവിന്റെ ഒരു അടയാളമെന്നേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പ്രവചനം എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയണമെന്നില്ല, അത് വ്യാഖ്യാന. പ്രവചനത്തിന് അന്യഭാഷയില്ല, പ്രവചിച്ചാൽ മതി. സൈന്യങ്ങളുടെ യഹോവയെ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞ് പ്രവചിച്ചാൽ മതി. മറ്റേത് അന്യഭാഷ പറഞ്ഞിട്ട് പറയുന്നത് വ്യാഖ്യാനമാണ്. പോട്ടെ, ഇച്ചിരുടെ കടന്നു ചിന്തിക്കാം കർത്താവിന് സ്വന്തം. അപ്പം രാജാവ് പറയാ, ദൈവാത്മാവുള്ള ഇവനെ പോലെ, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ഒരുത്തനെ കണ്ടുകിട്ടുമോ? പിന്നെ ഫറവോൻ മതി. ഇനി ദൈവാത്മാവ് വരുമ്പോഴുള്ള പ്രത്യേകത, പഴയ നിയമത്തിലാന്നേ ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്തേ, ജീസസ് 15-ാം അധ്യായം 14-ാമത്തെ വാക്യം. സ്തോത്രം, സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ്, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ, അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി, തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്നും ദ്രവിച്ചു പോയി. അവന്റെ ബന്ധനങ്ങൾ കയ്യിൽ നിന്ന് ദ്രവിച്ചു പോയി. ഇവിടെ രാമീ പറയണം. അപ്പൊ ദൈവാത്മാവ് നിന്റെ മേൽ വന്നാൽ ആര് ബന്ധിച്ചാലും ആ ബന്ധനം കരിഞ്ഞു പോവും, ദ്രവിച്ചു പോവും. ബൈബിളിലെ വാക്യാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാ ദൈവമക്കളെ ആരാധനയ്ക്ക് വരുമ്പം പാട്ടൊക്കെ പാടുമ്പം നന്നായിട്ട് പാടണമെന്നും നന്നായിട്ട് കൈയടിച്ച് ആരാധിക്കണം എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ആരാധിക്കുന്നവന് ബന്ധനങ്ങളെ ഭയമില്ല. ഇല്ല, ആര് വേണേ ബന്ധിച്ചോ, പക്ഷെ ഒറ്റ ആരാധന ആ ബന്ധനം കരിയും, ആത്മാവിൽ നിറയും, ആ ബന്ധനം ദ്രവിച്ചു പോകും. അങ്ങനെങ്കിൽ ഇന്നത്തെ ആരാധന കാലപ്പഴക്കം ചെന്ന ചില ബന്ധനങ്ങളെ നിന്റെ ശരീരത്തിൽ നിന്ന് കരിച്ചു കളയട്ടെ. ദൈവാത്മാവ് വരുമ്പോൾ നിന്റെ ഭാവിയെ ബന്ധിച്ചിരിക്കുന്ന, നിന്റെ ആരോഗ്യത്തെ ബന്ധിച്ചിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ആരാധിക്കുമ്പോൾ അവരുടെ മേലുള്ള ബന്ധനങ്ങൾ കരിയുന്നത്. ഇന്ന് ഞാൻ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുക. നിന്നെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത, രക്ഷപ്പെടാൻ അനുവദിക്കാത്ത ആ ബന്ധനങ്ങൾ അനിപ്പാർശ്വ കൈവെക്കുമ്പോഴല്ല, ദൈവാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, യേശുവിന്റെ നാമത്തില് ഇന്ന് ഈ ദൂത് തീരുന്നതിന് മുമ്പ് നിന്റെ ബന്ധനങ്ങൾ കരിഞ്ഞു പോകട്ടെ. മാത്രമല്ല നിന്റെ ബന്ധനങ്ങൾ ദ്രവിച്ചു പോകട്ടെ.
കൃപ കൃപ. വളരെ പെട്ടെന്ന് പോകും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ദൈവാത്മാവ് നടത്തുന്നത് എങ്ങനെയാണെന്ന് ഇച്ചിരി പദങ്ങളിലും പറയാനുള്ള ശ്രമമാണ്. വേറൊരു ഭാഗത്ത് അതേ ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. 14:5. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടത്തിങ്ങൾ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. ശിംശോൻ ഒരു ഭാവിയുടെ വിഷയത്തിൽ പോവുക. അവന്റെ മുമ്പിൽ ഒരു ബാലസിംഹം വന്നു. അവിടെ വായിക്കുക, അവന്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ. അക്ഷരിക സിംഹത്തെ അല്ല ഇവിടെ എടുക്കേണ്ടത്. നിന്റെ യാത്രയുടെ മുമ്പിൽ നിന്റെ വഴിമുടക്കിയായി പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ വന്നാൽ അപ്പോൾ നിന്റെ മേൽ ദൈവാത്മാവ് വേണം. ഒരാമയും വരുന്നില്ല. ഇന്ന് പകൽ ഞാൻ വീണ്ടും പറയാം, കരിഞ്ഞു മാറേണ്ടത് കരിഞ്ഞു മാറണം, ദ്രവിച്ചു പോകേണ്ടത് ദ്രവിച്ചു പോകണം, കീറിക്കളയേണ്ടതിനെ കീറിക്കളയണം. നിന്റെ വഴി മുടക്കി വഴിയിൽ നിന്ന് മാറി നിന്റെ വഴി ഇന്ന് പകൽ തെളിയണം. കൃപ. നാളുകൾ കൊണ്ട് നിന്റെ വഴിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അലറി അട്ടഹസിക്കുന്ന സിംഹതുല്യമായ ആ പൈശാചിക ശക്തിയെ അഴിക്കാൻ ഇറ്റലി നാള് വരണ്ട, അമേരിക്ക നാള് വരണ്ട. നിന്റെ മേൽ ഉയരത്തിലെ ആത്മാവ് നിന്നെ കൊണ്ട് ചില ശുശ്രൂഷ ചെയ്യിക്കാൻ പോവുക. നിന്നെ കൊണ്ട് നിന്റെ സന്തതിയുടെ വിടുതൽ ആമി ദൈവം തരിയിക്കാൻ പോവുക. ആ നിലയിലേക്ക് നിന്നിലെ അഭിഷേകം വർദ്ധിക്കട്ടെ. കൊണ്ട് നമ്മൾ ആ ഭാവമൊക്കെ വിടുക. അപ്പൊ പഴയ നിയമത്തില് ഒരു 25 ഇടത്ത് എഴുതിയിട്ടുണ്ട്, അപ്പോൾ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. എസെക്കിയേലോട് പറയുമ്പോൾ അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. സ്തോത്രം. ദാനിയേലിനോട് പറയുമ്പോൾ അപ്പോൾ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. ബൈബിളിൽ ഒരു 25 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അപ്പം ഒരു പ്രത്യേക ദൗത്യത്തിനായി, ഒരു പ്രത്യേക പദ്ധതിക്കായി, ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി, ഒരു പ്രത്യേക ദൈവ പ്ലാനിനായിട്ട് അതത് സമയത്ത് ചിലരുടെ മേൽ ദൈവാത്മാവ് വന്ന ചരിത്രം ഓൾഡ് ടെസ്റ്റ്മെന്റിലുണ്ട്. എന്നാൽ യോവേൽ പ്രവാചകന്റെ പ്രവാചക കാലത്തിലൊക്കെ എത്തിയപ്പം ഈ ദൂതൊക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങി. യോവേൽ പ്രവചിക്കുക, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഇന്നലകളിൽ എണ്ണപ്പെട്ടവന്റെ മേൽ പകർന്നെങ്കിൽ ഇനിയും വരാൻ പോകുന്ന ഒരു കാലം നോക്കിക്കോ, സകല ജഡത്തിന്റെ മേലും. ഓ, നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അന്ന് ഒരു ശിംശോന്റെ മേലും ഒരു ഗിദയോന്റെ മേലും ഒരു ദാവീദിന്റെ മേലും ദൈവത്തിന് സ്തോത്രം യോസഫിന്റെ മേലും ഒരു മോശയുടെ മേലും ഒക്കെ വന്ന ആത്മാവ് ഇന്ന് അങ്ങനല്ല, സകല ജഡത്തിന്മേലും. ഓ ഹല്ലേലൂയ. യോവേൽ പ്രവാചകന്റെ പുസ്തകം ദൈവം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം, ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പ്രത്യേക വ്യക്തികളിൽ മാത്രം നിന്ന ഈ ദൈവപ്രവൃത്തി ദൈവം പറയാണ്, യോവേൽ പറയാണ്, ഇനി ഒരു കാര്യം നടക്കാൻ പോവാ. അന്നേരം സകല ജഡത്തിന്റെ മേലും ഈ ആത്മാവിനെ അങ്ങോട്ട് പകരാൻ പോവാ എന്ന് പറഞ്ഞാൽ ചിലർക്ക് മാത്രം നിയോഗിക്കപ്പെട്ട ഈ ദൈവ സാന്നിധ്യം സകലരുടെ മേലും വരാൻ പോവാ. എത്ര പേര് അതിന് ആമേൻ പറയും? ഞാൻ ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ യേശു പറയുകയാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പൊ യേശുവിന്റെ കാലമായപ്പോ യോവേൽ പ്രവാചകൻ പ്രവചിച്ച് നിർത്തിയിട്ട് യോവേലിന്റെ കാലത്തൊന്നും നടന്നില്ല. അപ്പൊ യേശു ക്രിസ്തു പരിചയപ്പെടുത്തുവാണ്. ദൈവത്തിന് സ്തോത്രം. പരിചയപ്പെടുത്തുന്ന ഭാഗത്തോട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥം വരത്തില്ല. ഇവിടെ വായിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്. ഒരാളുടെ മേലല്ല, ഒരു അബ്രഹാമിന്റെ മേലല്ല, ഒരു യോസഫിന്റെ മേലല്ല, അല്ലെങ്കിൽ ഒരു ഇസഹാക്കിന്റെ മേലല്ല, അല്ലെങ്കിൽ ഒരു മോശയുടെ, ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേലല്ല, സകലരുടെ മേലും, ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന സകലരുടെ മേലും ഇതിനെ പകരുമെന്ന് യോവേൽ പ്രവചിച്ചു നിർത്തി. എന്നിട്ട് യേശു നടന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ
എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അത് യോഹന്നാൻ 14:16. ഇനി 16:13 വായിച്ച യോഹന്നാൻ 16. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഈ സത്യത്തിൽ, ഇതിന് വേറൊരു പേരാ സത്യത്തിന്റെ ആത്മാവ്. ഇത് വരുമ്പോ നിങ്ങളെ എന്തോ ചെയ്യും? ഇനിയും നിന്റെ വഴി തെറ്റത്തില്ല, കാരണം നിന്നെ സത്യത്തിലൂടെ നടത്താൻ പോവാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് വായിക്കുകയാണ് സ്വാമി, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും. അന്നേരം മുതൽ നീ സ്വയം മിണ്ടത്തില്ല, നീ കേൾക്കുന്നത് സംസാരിക്കും. ഒരാമയും വരുന്നില്ല. ഈ ദിവസങ്ങളിൽ ഇതുവരെ കേൾക്കാത്തത് നീ ദൈവത്തിൽ നിന്ന് കേൾക്കട്ടെ. പൗലോസിന്റെ ഭാഷ കേട്ടോ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നത് നിങ്ങൾ കേൾപ്പിക്കുന്നത്. ഇന്ന് പകൽ ഇവിടെ പറയുന്ന ദൂത് ഒരു പ്രസംഗ ശാസ്ത്രമല്ല, ഇത് മേളിൽ നിന്ന് പ്രാപിച്ചതാ. ബൈബിള് പറയുക, ദൈവത്തിന് സ്തോത്രം. അമ്മി അവിടെ എഴുതിയ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ കേൾക്കുന്നത് സംസാരിക്കും, വരുവാനുള്ളത് നിന്നെ അറിയിച്ചു തരും. ഇത് യേശു ഇങ്ങനെ വിളംബരം ചെയ്തു. എന്നിട്ട് യേശു സ്വർഗാരോഹണം ചെയ്തു. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്. പെട്ടെന്ന് പോവുക, കാര്യം ഈ ഭാഗത്തേക്ക് വരണം. സ്വർഗാരോഹണം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവിടെ പോയി അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് പ്രസംഗിക്കുക. അവൻ പോയി പിതാവിനോട് വാങ്ങി പകർന്നു തന്ന പരിശുദ്ധാത്മാവ്. മർക്കോസിന്റെ മാളിക മുറിയിൽ യോവേൽ പ്രവചിച്ച നടന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും 120 ഇരുന്നെങ്കിൽ 120 നിറഞ്ഞു. ഒരാമയും വരുന്നില്ല. നിന്റെ വീട്ടിൽ ഒരാളെ നിറഞ്ഞിട്ടുള്ളെങ്കിൽ ഇന്ന് കൂട്ടം നിറവുണ്ടാകണം. യേശുവിന്റെ നാമത്തില് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഒരു നിറവ് വെളിപ്പെടാൻ പോവുക നിന്റെ കൂടാരത്തിനകത്ത്. പരിശുദ്ധാത്മാവിന്റെ നിറവ്. രക്ഷിക്കപ്പെടാത്ത നിന്റെ മകൻ വരെ ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെട്ട് ആ നിറവ് പ്രാപിക്കും. മദ്യത്തിനും കഞ്ചാവിനും ബ്രൗൺ ഷുഗറിനും അഡിക്റ്റായ ചില തലമുറകൾ ചില മാതാക്കളുടെ പ്രാർത്ഥന മേളിലെത്തി, ചില പിതാക്കന്മാരുടെ പ്രാർത്ഥന മേളിലെത്തി, ചില തലമുറയുടെ പ്രാർത്ഥന മേളിലെത്തി. ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുക. പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. ഈ ദിവസങ്ങളിൽ നിന്നെ നിറയ്ക്കും ദൈവാത്മാവ്. മനസ്സിലാകുന്ന ഒരു സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞപ്പം 4 കാര്യങ്ങൾ ഈ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകാമേ. പരിശുദ്ധാത്മാവ് സകലതും ഉപദേശിച്ചു തരും. പരിശുദ്ധാത്മാവ് നമുക്ക് എന്തോ ചെയ്തു തരും? ഉപദേശിച്ചു തരും. ആ 1 യോഹന്നാനിലെ ലേഖനത്തിൽ വാക്യമുണ്ട്, പിന്നെ വായിച്ചാൽ മതി. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ ഇരിക്കുകൊണ്ട് നിങ്ങളെ ആരും ഉപദേശിക്കണതില്ല, പരിശുദ്ധാത്മാവ് തന്നെ സകലതും എന്ന് പറഞ്ഞാൽ മനസ്സിലായി. പരിശുദ്ധാത്മാവ് ഉള്ളവനെ ഉപദേശിച്ച് പറയണം, മോനെ വാടാ, മോളെ ഇത്രയും ദൈവത്തിന് സ്തോത്രം, അറ്റവും മുറിയെത്താത്ത വസ്ത്രം ഇടരുത് എന്നൊന്നും പറയണ്ട. അവളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചോളൂ. അതിനായി പരിശുദ്ധാത്മാവ് വേണം. നിങ്ങളാരും വിടുന്നില്ല. ഹല്ലേലൂയ. മോളെ വഴിതെറ്റി പോകല്ലേ. കഞ്ചാവ് അടിക്കുന്നവർക്ക് കൂട്ടുകൂടല്ലേ. ഈയിടെ ഒരു അമ്മ നിലവിളിച്ചോണ്ട് എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ചോദിച്ചു, എന്തുവാ ആൻറ്റി? എൻ്റെ മോനെ പിടിച്ച് ജയിലിലിട്ടു. ഞാൻ ചോദിച്ചു, എന്തുവാ കാര്യം? ഒരു തെറ്റിട്ടില്ല, പക്ഷെ അവൻ്റെ കൂട്ടുകാരന്മാർ കഞ്ചാവ് വിൽക്കുന്നവരും കഞ്ചാവ് വലിക്കുന്നവന്മാരുമാണ്. പോലീസ് നോക്കിയപ്പം ഈ കഞ്ചാവ് വലിച്ചവൻ്റെ ഫോണിൽ ഏറ്റവും കൂടുതൽ വിളിച്ചേക്കുന്ന ഇവനെയും കൊണ്ടുപോയി. ഈ അമ്മയുടെ നിലവിളി കൊണ്ടും മഹാഭാഗ്യം കൊണ്ടും അവർക്ക് മനസ്സിലായി, ഈ ചെറുക്കൻ അവന്ന് ഉപയോഗിക്കുന്നവനല്ല. സ്തോത്രം. കാരണം അവൻ്റെ നിപ്പും ഭാവവും കഞ്ചാവ് അടിച്ചവനെ അടിക്കാത്തവനെ കണ്ടാൽ അറിയാം. ആത്മാവിൽ നിറയുന്നവനെ നിറയാത്തവനെ. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞ വീഞ്ഞു കുടിച്ച് മത്തനാകല് എന്നും പറഞ്ഞ് ഇച്ചിരി കുടിക്കാന്നല്ല. പൗലോസ് പറഞ്ഞല്ലോ, അജീർണത്തിൽ ഇച്ചിരി സേവിച്ചോ. മിണ്ടുന്നില്ല. ഈയിടെ കൊച്ചനോട് യോഗം കഴിയുമ്പോൾ ബിയർ കുടിക്കരുതെന്ന് വചനം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിഷം കുടിക്കരുതെന്നും വചനമില്ലെന്ന് പറഞ്ഞു. എന്നാ കുറച്ച് വിഷം കലക്കി കുടിക്കും. ആരും മിണ്ടുന്നില്ല. അവന് ചില ബിയർ അടിക്കുന്നുണ്ട്, അതിന് വാക്യം ഉണ്ടോ എന്ന് അവൻ നമ്മളോട് ചോദിക്കുക. വാക്യം തപ്പി നടക്കുന്നു. പോട്ടെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാ പറയട്ടെ. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കുന്നത്? അഭിഷേകമുള്ള ഒരുത്തിനെ ആരും എന്ത് ചെയ്യണ്ട, ഉപദേശിക്കണ്ട. ആത്മാവ് തന്നെ ആ ഒരു തലത്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് പറഞ്ഞാൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവവൈതലാന്ന്. അത് പ്രവർത്തി കൊണ്ടാ അറിയുന്നത്. പോട്ടെ, അതൊന്നും വ്യാഖ്യാനിക്കാൻ പോയപ്പോൾ എല്ലാ സ്തോത്രം നിൽക്കും. എന്നാലും വേണ്ടിയല്ല, ഞാൻ ദൂതിലോട്ട് വരാം. കർത്താവിന്റെ സ്തോത്രം. അപ്പം ഇനി നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ 1 പരിശുദ്ധാത്മാവ് സകലവും ഉപദേശിക്കും. 2 പരിശുദ്ധാത്മാവ് സകലതും ഓർമ്മപ്പെടുത്തും. 3 പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. അത് യോഹന്നാൻ 14, 15, 16 വാക്യങ്ങൾക്കകത്താ.
അധ്യായങ്ങൾക്കകത്താണ്. കർത്താവിൻ്റെ സ്തോത്രം. അത് ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. ഇനി അടുത്തൊരു ഭാഗമാണ് ഞാൻ പ്രസംഗിക്കാൻ എടുത്ത ഭാഗം. അവിടോട്ട് വന്നതേ ഉള്ളൂ. എത്ര ഒക്കെ ഒന്നും എനിക്കറിയത്തില്ല. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ദൈവാത്മാവിനാൽ ഒന്ന് നടത്തപ്പെടാൻ? ഈ ബുദ്ധിയിൽ ഇത്രയും വർഷം സഞ്ചരിച്ചില്ല, ഇനി ആത്മാവിലൊന്ന് സഞ്ചരിക്കുക എന്നും പറഞ്ഞ് ഇനി ആരോടും മിണ്ടാതെ ഇങ്ങനെ കയ്യും പിടിച്ച് ചിറകടിച്ചോണ്ട് ഞാൻ ആത്മാവിലാ ബ്രദറെന്ന് പോകണമെന്നല്ല. തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ ഇതൊക്കെ പറയുന്നു. സ്തോത്രം. ഈ ഒരു വാക്യം നമുക്ക് ആദ്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം. ആ അധ്യായത്തിൽ തന്നെയാണ്, ശ്രദ്ധേയമായ വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പൊ ഈ ദൈവാത്മാവ് ഒരുത്തന്റെ മേൽ വസിച്ചാൽ അതിനർത്ഥം അവന് അന്യഭാഷ പറഞ്ഞെന്നല്ല, അവനിൽ ആത്മസ്വഭാവം ഉണ്ടായെന്ന. എന്താ ഉണ്ടായെന്ന? ഞാൻ പറഞ്ഞില്ലേ, സ്തോത്രം പോകുന്നു. അപ്പൊ ഇന്നലെ വൈകിട്ട് 8:30 നിങ്ങളുടെ വീട്ടിൽ എന്തോ സ്വഭാവമായിരുന്നു? ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരാൻ നേരത്തെ എന്തോ സ്വഭാവമായിരുന്നു? ബ്രദറെ, യോഗത്തിന് വരുമ്പം ലൈവ് ചെയ്യേണ്ട ചിലർ പറയാ നിർത്തല്ലേ ഇച്ചൂര പറയണേന്ന് പറയാൻ പോവാ. നിങ്ങൾ എന്നെ നോക്കണം. പണ്ടൊരു ഉപദേശി പ്രസംഗിച്ചു, യോഗത്തിന് വരുമ്പം ചിലത് മദൽ മറിയേയും വീട്ടിൽ ചെല്ലുമ്പം മാർക്കറ്റ് മറിയേ ആവും. ഞാൻ മലയാളത്തിൽ പറയാൻ ചില ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്തോത്രം. എന്നെ നോക്കണം. മാർക്കറ്റെന്നല്ല പറയേണ്ടത്, മലയാളത്തിലാ പറയേണ്ടത്. നിങ്ങൾ ഇപ്പം മനസ്സിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ എന്നെ നോക്കണം. അപ്പൊ ഇവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഈ ദൈവാത്മാവുള്ള വിശ്വാസി ആ സഭയിലുള്ളെങ്കിൽ ആ പാർശ്വക സുഖ ഒരു വഴക്കും. ഈ ശൗലിന്റെ മേൽ ദുരാത്മാവ് വന്നത് എവിടുന്നെന്ന് പറയാമോ? ഇപ്പൊ സമ്മാന പാർശ്വമാര് മിണ്ടരുത് പറ. അതും ദൈവത്തിൽ നിന്നാ. ബൈബിൾ വായിക്കുന്നതിലൂടെ ഉണ്ട്. അതും എവിടുന്നാ? ദൈവത്തിന്റെ രണ്ടും ഉണ്ട്. ആലോചന വിട്ടവനെയും അനുസരണം കെട്ടവന്റെ മേലും വന്നത് ദൈവാത്മാവല്ല, ദുരാത്മാവാ. എന്നാണ് അപ്പോൾ തന്നെ ദാവീദിന്റെ മേൽ യഹോവയുടെ ആത്മാവ്, അന്ന് മുതൽ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, എന്ത് സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ഈ ചിലരൊക്കെ ഈ പറയത്തില്ലയോ, ഈ ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുമ്പം ചില ഭർത്താക്കന്മാർ ഈ ഒരിക്കൽ ഒരു ഫാമിലി പ്രോബ്ലം തീർക്കാനായിട്ട് എൻ്റെ അടുക്ക വന്നു. അപ്പം നമ്മൾ പാസ്റ്റർമാർ പറയുമല്ലോ എല്ലാം പറ, ഞാൻ തീരട്ടെന്ന് വിചാരിച്ച ഈ നമുക്ക് ഈ വൊമിറ്റിംഗ് ടെൻഡൻസി വന്നു കഴിയുമ്പം ഏത് ഗുളിക കഴിക്കുന്നതിനേക്കാൾ നല്ലതാകും വൊമിറ്റ് ചെയ്ത് കളയുമ്പോൾ ഒരു വലിയ സമാധാനം കിട്ടും എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയാൻ പറയും. പറഞ്ഞപ്പം നമ്മൾ പറയാൻ പറഞ്ഞെന്ന് കരുതി ഇങ്ങനെ കയറി പറയുമെന്ന് നമ്മൾ നമ്മൾ ചെവി ഭർത്താവിനോട് പുള്ളി പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. ഭാര്യ പറഞ്ഞു, നീ എന്നോട് മിണ്ടരുത്, എനിക്ക് എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു, ബ്രദറെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. വെള്ളമൊക്കെ കുടിപ്പിച്ച് പിന്നീട് പുള്ളിയുടെ ആ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കി എടുക്കാൻ ചിലപ്പോൾ പറയുന്നൊരു ഭാവ, ഇപ്പം എന്നോട് മിണ്ടരുത്, എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ. അയ്യോ, ചിലർക്കൊക്കെ എത്ര മോഹമാണെന്നറിയോ. ചില ആഴ്ച നമ്മൾ വരും, പിറ്റേ ആഴ്ച വരുമ്പോൾ പിന്നെ ആഴ്ച വരുമ്പോൾ പിന്നെ എങ്ങോട്ട് നോക്കിക്കൊണ്ട് നമ്മൾ ഉപദേശിക്കാണ്ട് ഇതെല്ലാം സഹിക്കേണ്ടിയുണ്ട്. നമ്മൾ അന്നേരം പോട്ടെ. ജഡസ്വഭാവമുള്ളവരാകരുത്. എന്തോ ഉണ്ടാകണം? ആത്മസ്വഭാവം. അപ്പൊ ദൈവാത്മാവുള്ളവൻ എന്തോ വേണം? ആത്മസ്വഭാവം. ഒരിക്കൽ ഒരു ഫാമിലി എൻ്റെ അടുക്ക വന്നപ്പം പറഞ്ഞു, ഞങ്ങളുടെ അച്ചായൻ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ 3 ആഴ്ച മുമ്പ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണല്ലോ. എൻ്റെ ഭാഷ വീട്ടിൽ ഭയങ്കര ബഹളോ. ഞാൻ ചോദിച്ചു, അഭിഷേകം പ്രാപിച്ചു ബഹളോ? ഭയങ്കര ബഹളോ. ഞാൻ എന്തുവാ?
അച്ഛൻ പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ പുള്ളി ഞങ്ങൾക്ക് അതില്ലല്ലോ. ഏതാ പുള്ളി പ്രാപിച്ച ദൈവാത്മാവ് അവർക്ക് ഇല്ലല്ലോ. അപ്പൊ പുള്ളി വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്ന മുടി എന്തിനാന്ന് ചോദിച്ചാ എന്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിയത്, മോളെ പിടിച്ചിരുത്തി എന്റെ കൂടെ പ്രാർത്ഥിയത്. അവള് ഈ ഡാഡിക്ക് എന്തുവാ? ഞാൻ പറഞ്ഞു പുള്ളിയുടെ കൂട്ടാകണമെന്ന് വിചാരിച്ചാണ് പുള്ളി ആവേശം. പക്ഷെ 3-4 മാസം ആവേശമൊക്കെ ഉള്ളായിരുന്നു. പിന്നെ പുള്ളി അവരുടെ കൂടെ ആയിപ്പോയി, അങ്ങനെ ആയിപ്പോയി. ചിലപ്പോൾ യോഗത്തിനൊക്കെ ആദ്യമൊക്കെ ഇടുമ്പോൾ എന്തോ ഒരു ആവേശം, ആരാധന വരുമ്പോൾ കസാറ ചാഞ്ഞിരിക്കുന്ന നേടെ ഇടുന്നു, പാട്ടൂസവും കൊണ്ടു കൊടുക്കുന്നു, വെള്ളം വേണമെന്ന് ചോദിക്കുന്നു, ഒരാൾ തലയിറങ്ങിപ്പോയി എടുത്ത് വണ്ടിയെ കൊണ്ടുപോകുന്നു. 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോലൊക്കെ ആയി. ഇപ്പം എന്തോ കണ്ടൊരു ഫീലില്ല. ഇതൊക്കെ ഇതിനകത്തുള്ള ബ്രദറെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞ് പ്രസംഗം നിർത്താം. സ്തോത്രം. ഈ ദൈവാത്മാവിനാൽ ഒരാൾ ഭരിക്കപ്പെട്ട ബൈബിളിലെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാമേ. ഒരു 10-40 എണ്ണം ഉണ്ട്, അതിലും കൂടെ പറയാൻ പറ്റത്തില്ല. ഒരു അത്യാവശ്യം 3-4 എണ്ണം പറയാം. ഒന്ന്, റോമർ 8:26. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ആത്മാവ് ഒരുവന്റെ ബലഹീനതയ്ക്ക് എന്തോ ചെയ്യും? തുണ നിൽക്കും. 2, മർക്കോസ് 1:12. ആത്മാവ് അവനെ നിർബന്ധിച്ചു. ആത്മാവുള്ളവൻ എന്തോ ഉണ്ട്? നിർബന്ധമുണ്ട്. ഒരിക്കലെങ്കിലും നിന്നെ ആത്മാവ് നിർബന്ധിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? അതോ വീട്ടിൽ അടി മൂത്തപ്പ എന്നാ ഇന്ന് ഞാൻ യോഗത്തിന് പോകുന്നു തീരുമാനിച്ചാന്നോ? വീട്ടിൽ ഭയങ്കര ബഹളാ, ഭാര്യ കിടന്നോണ്ട് തീരുമാനം എടുക്കുക. കർത്താവ് ഇന്ന് ഞാൻ പോയി, ചൊവ്വാഴ്ച അവിടെ പോയി ഉപവാസത്തോടെ പോയി പ്രാർത്ഥിച്ചോളാം. അന്നേരം പുള്ളിക്ക് ശാന്തമായി. അതുകൊണ്ട് 3-4 ചൊവ്വാഴ്ച മുടങ്ങാതെ നിങ്ങളെ ഒരിക്കലെങ്കിലും യേശുവിനെ ആത്മാവ് നിങ്ങളെ ഒരിക്കലെങ്കിലും ആത്മാവ് എന്തെങ്കിലും ഒരു കാര്യത്തിന് നിർബന്ധിച്ചിട്ടുണ്ടോ? അർദ്ധരാത്രി എഴുന്നേറ്റിരുന്നത് പ്രാർത്ഥിക്കുക, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആത്മാവ് നിന്നെ നിർബന്ധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ അടുക്ക വരുന്നത് ഞങ്ങൾക്ക് തോന്നുമ്പോഴല്ല, ആത്മാവ് ഞങ്ങളെ അവിടോട്ട് കൊണ്ടുപോകുമ്പോഴാണ്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൈവത്തിന്റെ ദൂത് പറയാം. ഈ ദിവസങ്ങളിൽ ആത്മാവ് നിന്നെ നിയന്ത്രിക്കാൻ പോവാ. നിന്റെ ബലഹീനതയ്ക്ക് ആത്മാവ് തുണ നിൽക്കുക. ആത്മാവ് നിന്നെ നിർബന്ധിക്കുക. മറ്റൊരു ഭാഗത്തേക്ക് ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു, അവനെ കരുത്തനാക്കി ഉദ്യമിപ്പിച്ചു, ചില കാര്യങ്ങൾക്ക് നിയോഗം കൊടുത്തു. ഒരിക്കലെങ്കിലും നിന്നെ ആത്മാവ് ഉദ്യമിപ്പിച്ചിട്ടുണ്ടോ? ഞാനൊരു സാക്ഷ്യം ഒരിക്കൽ കേട്ടു. സാക്ഷ്യം, ഒരു പാസ്റ്റർ സ്ഥലം മാറി ഒരു പ്രദേശത്ത് ചെന്നു. എന്നും കവർപ്പാല് ജീസസ് അവരുടെ വീട്ടുമുറ്റത്ത് വരും. ആ പാല് വാങ്ങിച്ച് അവർ ചായ ഇടും. ഒരു ദിവസം അവരുടെ അമ്മച്ചി പറഞ്ഞു, മോനോട് പറഞ്ഞു, മോനെ ഇവിടെ എങ്ങനെ നല്ല പശുമ്പാല് കിട്ടുമെന്ന് തപ്പാം. അങ്ങനെ ഈ പശുമ്പാല് തപ്പി 6 വീട് അപ്പുറത്ത് ചെന്നപ്പോൾ ഒരു വീട്ടില് ഇങ്ങനെ പശുവിനെ കറന്ന് എല്ലാവർക്കും പാല് കൊടുക്കുക. ആ വീട്ടിൽ ചെന്നപ്പം ആ അമ്മച്ചി ചോദിച്ചു, ഞങ്ങൾക്കൂടെ നാളെ തൊട്ട് രാവിലെ 1 കുപ്പി പാല് തരാമോ? ഞാൻ തരാലോ. കൊണ്ടുതരാൻ ആരുമില്ല. അമ്മച്ചി പറഞ്ഞു, എനിക്കൊരു വ്യായാമമാവും, ഞാൻ വന്ന് വാങ്ങിക്കാം. അങ്ങനെ അമ്മച്ചി പാല് വാങ്ങിക്കാൻ പോയി. 1-ാമത്തെ ദിവസം 1 കുപ്പി പാല് വാങ്ങിച്ചു. 2-ാം ദിവസം 1 കുപ്പി പാല് വാങ്ങിച്ചു. 3-ാം ദിവസം 1 കുപ്പി പാല് വാങ്ങിച്ചു. 4-ാം ദിവസം പാല് വാങ്ങിച്ചാൽ നമ്മൾ ചോദിച്ചു, നിങ്ങൾ മാത്രമേ ഈ വീട്ടിലുള്ളോ? ഈ വീട്ടിലെ നിങ്ങളുടെ ഹസ്ബൻഡ് എവിടാ? നേരം പറഞ്ഞു, തളർന്ന് കിടക്കുക. എത്ര വർഷമായി? നീണ്ട 10-15 വർഷമായി. നേരം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ കാണാൻ ഒരു അവസരം തരാമോ? നേരം പറഞ്ഞു, അമ്മച്ചി നാളെ വരുമ്പം അമ്മച്ചിയെ ഞാൻ ഹസ്ബൻഡിനെ കാണിക്കാം. അങ്ങനെ പിറ്റേന്ന് പാലിന് വന്നപ്പോ ഇദ്ദേഹത്തെ കുളിപ്പിച്ച് ഒരുക്കി കട്ടിലെ കിടത്തിയിരിക്കുക. അടുക്ക ചെന്നു. അമ്മച്ചി പറഞ്ഞു, ഞാൻ പാല് വാങ്ങിക്കാൻ വന്നാ കേട്ടോ, ഒരു പാസ്റ്റർ അമ്മയാ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടേ എൻ്റെ മോനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. മോൻ വന്ന് പ്രാർത്ഥിക്കും, നിങ്ങൾ സൗഖ്യമാവിടാവേ. കേട്ടോ, പാല് വാങ്ങിക്കാൻ പോയാ വീട്ടിൽ വന്നേച്ച് മോനോട് പറഞ്ഞു, മോനെ ഒരുങ്ങടാ, നമുക്ക് ആ വീട് വരെ ഒന്ന് പോകണം. ലോഡ്, ഒരമ്മച്ചിയെ ദൈവം നടത്തിയ ആ മോൻ്റെ കൈക്ക് പിടിച്ചോണ്ട്
അമ്മച്ചിയും കൂടെ ആ വീട്ടിൽ ചെന്നു. ശക്തമായൊരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ കൈക്ക് പിടിച്ച് ആ മനുഷ്യനെ എഴുന്നേപ്പിച്ചിരുത്തി. 16 വർഷത്തിന് ശേഷം അവൻ എഴുന്നേറ്റിരുന്നു. പിറ്റേ ദിവസം വീണ്ടും പ്രാർത്ഥിക്കാൻ വന്നു. അന്ന് അവനെ പിടിച്ച് എഴുന്നേപ്പിച്ച് നിർത്തി. അവൻ എഴുന്നേറ്റ് നിന്നു. 3-ാം ദിവസം അവൻ നടക്കാൻ തുടങ്ങി. ഞാനൊരു സത്യം നിന്നോട് തുറന്നു പറയാം. ആത്മാവ് നടത്തിയാൽ, ആത്മാവ് ഉദ്യമിപ്പിച്ചാൽ, ഈ ദിവസങ്ങളിൽ നിന്നെ ആത്മാവ് നിർബന്ധിക്കുക ചിലരുടെ വിടുതലിനായി യേശുവിന്റെ നാമത്തില്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പാസ്റ്റർ എന്നല്ല, നിന്നെ എന്നെയുമാ പറയുന്നത്. ആഗ്രഹമുണ്ടോ ആത്മാവ് നിർബന്ധിക്കാൻ? ആഗ്രഹമുണ്ടോ ആത്മാവ് നിന്നെ ഉദ്യമിപ്പിക്കാൻ? ആത്മാവ് നിന്നെ നടത്താൻ? നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ ദിവസങ്ങളിൽ ബുദ്ധിയിലുള്ള ജീവിതം ഒന്ന് വിട്ട് ആത്മാവെ എന്നെ ഒന്ന് ഉദ്യമിപ്പിക്കണേ. ആത്മാവെ യേശുവിന്റെ നാമത്തില് കേട്ടറിവില്ലാത്ത, കണ്ടുപരിചയമില്ലാത്ത ചിലരുടെ അടുക്കലേക്ക് ആത്മാവ് നിന്നെ കൊണ്ടുപോകട്ടെ. ഈ ദിവസങ്ങളിൽ നിനക്ക് പുതിയ ചില ശുശ്രൂഷകൾ ദൈവം തരട്ടെ. യേശുവിന്റെ നാമത്തില് ഈ ദിവസങ്ങളിൽ നിന്റെ മിനിസ്ട്രി മാറട്ടെ. ഈ ദിവസങ്ങളിൽ നിന്റെ അഭിഷേകം ചേഞ്ച് ആകട്ടെ. ഈ ദിവസങ്ങളിൽ നിന്റെ അകത്ത്